ഉസ്താദേ 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 ആ ഉസ്താദ് എവിടെ? എന്നോടാണോ ചോദിക്കുന്നത്? രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. എവിടെ പോയതാ? കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം? ഇന്ന് ആരുടെ കയ്യും കാലം വെട്ടാനാ കരാറ്? ഈ വെട്ടും കുത്തുമായിട്ട് എത്ര കാലം ജീവിക്കാമെന്ന നിങ്ങളുടെയൊക്കെ വിചാരം? എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും, അത് മറക്കണ്ട. എന്റെ പെങ്ങളെ, ഞാൻ അതിനൊന്നും വന്നല്ല. എന്റെ ബാഗ് എടുക്കാൻ വന്നാ. ഞാൻ ഇവിടുന്ന് താമസം മാറാ. പോട്ടെ. അവിടെ നിക്ക്. നീ എങ്ങോട്ടാ ബാഗ് എടുത്തോണ്ട്? നമ്മുടെ ഗോപാലേട്ടന്റെ കടയുടെ മുകളിൽ ഒരു മുറി ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറാൻ പോവാ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഇതകത്തോണ്ട് വയ്ക്ക്. ഉസ്താദെ, അത് ശരിയാവില്ല. നീ ആരെ പേടിച്ചിട്ടാളാ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇത് എന്റെ വീടാണ്. ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കാതിരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. മനസ്സിലായോ? ആരും പേടിച്ചിട്ടല്ല. ഇനി ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ല. പെങ്ങളെ, ഞാൻ പോട്ടെ. ഒരു സ്ട്രോങ് ചായ. ഇങ്ങോട്ട് ഒരു ബാഗൊക്കെ ഞാൻ നമ്മുടെ ഗോപാലന്റെ പീടിയുടെ മുകളിലേക്ക് താമസം മാറ്റാൻ പോവാ. അതേതായാലും നന്നായി. ആയിഷോ, ഒരു ചായ കിട്ടെടുത്തോ. ഒരു പെണ്ണ് വന്ന് കേറിയപ്പോ അച്ചൂട്ടി നിന്നെ പുറത്താക്കിയില്ലേ? പുറത്താക്കിയതല്ല, അവിടെ അത്രയ്ക്ക് സൗകര്യമല്ലേ ഉള്ളൂ. സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കുന്നവരാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. മണിയൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അച്ചൂട്ടി സമ്മതിക്കണ്ടേ? അല്ല മണിയാ, തെണ്ടിത്തരം ചമ്മാടിത്തരം കാണിക്കുമെങ്കിൽ സ്വന്തം അമ്മേനെ തിരിച്ചറിയാനുള്ള കഴിവിരിക്കണ്ടോ? നിന്നെ പോലുള്ള തെണ്ടികളെ കൈകാര്യം ചെയ്ത് ഉസ്താദ് കാണുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി. അന്നോട് ഞാനാ പറഞ്ഞു. ഒന്ന് കളയാനല്ലാത്തില്ല ഞാൻ. മണിയാ, ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഓ, നീ ഇവിടെ തന്നെ കുടിയിരിക്കുകയാണല്ലേ? വന്ന ഉടനെ ഇറക്കി വിട്ടില്ല അവനെ. അവകാശം സ്ഥാപിക്കാൻ. അങ്ങനെ ജയിച്ചു എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിന്നെ അനുഭവിപ്പിക്കും ഞാൻ. നോയിക്കോ. ഇതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാൻ? എന്നെ ഈ നരകത്തിലെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞത് നിന്നോട് ഇങ്ങോട്ട് വലിഞ്ഞേറി വരാൻ? ഇറങ്ങി പോടി ഉല്ലേ. എവിടേക്ക്? ജീവിക്കുന്നെങ്കിൽ അത് ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കും. ഇതിലെ വെള്ളം ഇവിടെ പോയി. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുടിച്ചു. കുടിക്കേ? എന്താ, എനിക്ക് വെള്ളം കുടിക്കാൻ പാടില്ലേ? ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കുണ്ടാവും? ഇങ്ങനെ പട്ടിണി അടക്കാനായിരുന്നെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വിടില്ലായിരുന്നു. ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാ? അവനെയോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. വയറ്റിലൊരു ജീവൻ വളരുന്നില്ലേ? അതെങ്കിലും നീ ഓർക്കണ്ടേ? വാശി കളഞ്ഞിട്ട് വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കുമോളെ. എന്നും ഭക്ഷണം ഒരുക്കി തരാൻ ചേച്ചി ഉണ്ടാവോ? സ്വയം കണ്ടറിഞ്ഞെല്ലാം ചെയ്യുമെന്ന് നോക്കട്ടെ. ഇക്കാര്യത്തിൽ എനിക്ക് അല്പം വാശിയുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഭക്ഷണത്തോട് വാശി പിടിച്ച് ഇങ്ങനെ പട്ടിണി അടക്കരുത്. അത് ദൈവദോഷ. അല്ല, എന്താ നഴ്സമ്മ പുതിയ കൂട്ടിയിരിക്കുക? എന്ത് പറയാനാക്കാ, രാവിലെ മുതൽ പട്ടിണി ഇരിക്കുക. എന്താ നിനക്ക് നോമ്പാ? അല്ല, അച്ചൂട്ടില്ല ഇവിടെ? അവൻ രാവിലെ ഇറങ്ങിപ്പോയതാ. കാട്ടുപോയിക്ക് എന്ത് ചങ്കരാന്തി. ഓനുണ്ട് ഇത് വല്ലതും തിരിയാൻ പോണ്. ഇത്രയും കാലം പെണ്ണും പെടുക്കോ ഇല്ലാണ്ട് ജീവിച്ചോനല്ലേ. മോള് വിഷമിക്കണ്ട. ആളൊരു മുരടനാണെങ്കിലും ഓന്റെ കൽബ് നല്ലതാ. ഞമ്മക്കറിയാം അസലായിട്ട് ഓനെ. പിറന്നു വീണ് തന്നെ എത്തിയുമായിട്ടാ. നാട്ടുകാരാട്ടും തുപ്പും കേട്ട് തെരുവിൽ വളർന്ന ഓന് ഈ ദുനിയാവിനോട് തന്നെ പറയാ. ചില രാത്രിയിൽ ഓന് നമ്മളെ മുമ്പിലിരുന്ന് കൽബ് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഓന് കിട്ടിയിട്ടുമില്ല. ഇനി അതൊക്കെ ഓന് കൊടുക്കാൻ മോക്കെ കഴിയും. ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കും ഉണ്ടാവും.
ഒരു ചിക്കൻ ബിരിയാണി പാഴ്സൽ. ബിരിയാണി പാർസൽ. ആ ശരി. നിർത്തടാ. ഓണാ ഒരു ബിരിയാണി മേടിച്ചുകൊണ്ട് തരാന്ന് വെച്ചപ്പോ അതിങ്ങനെയായി. നിനക്ക് ബിരിയാണി തിന്നാനുള്ള യോഗം ഇല്ലടി പെണ്ണേ. ആശുപത്രിയിലോ പോയി പണി നോക്കണ പട്ടിയെ പോലെ നീ റോഡിൽ കിടന്ന് ചാവണം. ഓവറാൻ കൊടുത്തേക്ക്. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഇനി ഈ അടിയും കുത്തൊക്കെ നിർത്തിക്കളാ. അത് കണ്ടോ കിടക്കുന്നത്? ഒരു കാലത്ത് ചമ്പക്കര മുഴുവൻ വിറപ്പിച്ച വലിയ റൗഡിയാ ചമ്പക്കരപ്പൈലി. അടിയും തൊഴിയും വാങ്ങി അവശനായതോടെ സ്വന്തം ഭാര്യയും മക്കളും വരെ വീട്ടിൽ നിന്ന് എവിടെ പുറത്താക്കി. മുമ്പ് വൈരാഗ്യമുള്ള ആരോ തല്ലിച്ചതച്ച് റോട്ടിലിട്ട് പോയതാ. ആരും നോക്കാനില്ലാതെ അനാഥപ്രേതം പോലെ കിടക്കുക. എങ്ങനുണ്ട്? ചേച്ചി എന്തു പറ്റി? ബ്ലഡ് എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. നോക്കട്ടെ. ഈ ടാബ്ലറ്റ് അല്ല, ഇതിലെ 6ാമത്തെ ടാബ്ലറ്റാ വേണ്ടത്. അയ്യോ, ഞാൻ മാറ്റി വാങ്ങിട്ട് വരാം. പെങ്ങളെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ തന്നെ പോയിട്ട് വരാം. ഓക്കെ. അച്ചുട്ടി, ഈ പുണ്യം ചെയ്തവനാണെന്ന് ഞമ്മക്കിപ്പോ മനസ്സിലായി. അല്ലെ സിന്ധുവിനെ പോലത്തെ ഒരു പെണ്ണിനെ അണുക്ക് കിട്ടൂല. അച്ചൂട്ടിയെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും പറയാ, ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നോക്കണം. ഒരു ജന്മം മുഴുവനും അനുഭവിച്ചു തീർക്കാനുള്ള ദുഃഖവും വേദനയും ഈ പ്രായത്തുള്ളിൽ അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവളുടെ ജീവിതം അച്ചൂട്ടിയുടെ കയ്യിലാ. കുത്ത് അല്പം കൂടി മാറിയിരുന്നെങ്കിൽ അച്ചൂട്ടിയുടെ കഥ കഴിയുമായിരുന്നാ ഞാൻ കേട്ടത്. ആ, കുത്തിയവനെ തിരിച്ചറിഞ്ഞ അവന്റെ കൈയും കാലും അച്ചൂട്ടി വെട്ടിയിരിക്കും. അത് ഉറപ്പാ. ആ പിന്നെ സാർ, എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ എന്നെ കാസർഗോഡ് തന്നെ സ്ഥിരമാക്കും. അപ്പോട്ടെന്നാലേ തിരുവമ്പാടിയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നു. പറയാൻ അയാളെ കിട്ടിയിട്ടുണ്ട്. എപ്പോ വിളിച്ചാലും പുറത്തു പോയി മീറ്റിങ്ങിന് പോയി എന്നൊക്കെയാ മറുപടി. ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം പുള്ളി ഭയങ്കര ബിസിയാണെന്നാ വെപ്പ്. അതെ അതെ, തിരുവമ്പാടി എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ, ആഭ്യന്തരമന്ത്രി ആയ ശേഷം ആളാകെ മാറിയിരിക്കുക. തിരുവമ്പാടി അത്തരക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ, ഏതായാലും ഇന്ന് രാത്രി തന്നെ ഞാൻ തിരുവമ്പാടി വിളിക്കാം. ഓ ആ സേത് സാറേ, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന പുതിയ CI എന്നെ പോലെയല്ല. ആള് വളരെ സ്ട്രിക്റ്റാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തലവേദന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മം. കുട്ടനാട്ടുകാരൻ കുഞ്ഞുമത്തായുടെ മകൻ ജോയി മാത്യു. എത്ര നേരം പറയുന്നത്? മാറ്റോ, താൻ തന്നെ ജോലി നോക്കണോ? പറയുന്ന ഒന്ന് പോടോ. സാറേ സാറ് പോ.
ഇതാരാ ഈ കാർ ഇവിടെ കൊണ്ടിട്ടത്? എടുത്തു മാറ്റ്. നിങ്ങളുടെ കാറാണ്. കാറ് ഞങ്ങളേതല്ല മേഡത്തിന്റെതാ. കാർ ഇവിടെ കൊണ്ടിട്ട് അവരെ കൊണ്ട് പോയി വിളിക്കവരെ. മാഡം ഓഫീസിൽ ആരെ കാണാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ആക്സിഡന്റ് പറ്റിയ ഒരു സ്ത്രീ ഗുരുതരാവസ്ഥയിൽ ഇതിനിടയിൽ പെട്ടിരിക്കുക. ആ വിവരം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഉടനെ വണ്ടി എടുത്ത് മാറ്റാൻ പറയണം. മാഡം ഇവിടെ വരാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. CI ജോയ് മാത്യു സാർ ഇപ്പൊ വരും. സാറ് വന്ന പ്രശ്നം വഷളാവും. ഓ ഒന്ന് മാറി എന്നാടാ, അങ്ങ് മാറിക്കടാ. സാർ, ആ ആക്സിഡന്റ് ആയ സ്ത്രീ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചോ? ഇല്ല സാർ, വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. എടോ, അവരെ ആ വണ്ടിയിൽ നിറക്കി വേറെ ഏതെങ്കിലും വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പാടില്ലായിരുന്നു. പോലീസും പറഞ്ഞൊരു തൊപ്പിയും വെച്ചോണ്ട് നിൽക്കുക. എവിടെ അവര്? അവിടെയാണ് സാർ. Come on. എന്റെ സാറ് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ മരിച്ചു പോകും. ആ തോമസേ, സാർ. ഇവരെത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. അത് സാർ. അതൊന്നും എനിക്കറിയണ്ട. ഇവരെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. ഇവിടുത്തെ ബ്ലോക്ക് ഞാൻ മാറ്റിക്കോളാം. കമോൺ. യെസ് സാർ. പോകാം. ശരി. എക്സ്ക്യൂസ് മീ മാഡം, നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് എത്ര സമയമായെന്ന് അറിയാവോ? ഓ, ട്രാഫിക് ബ്ലോക്ക് ആവുന്നത് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിക്ക് ഒരു പുതുമയൊന്നും അല്ലല്ലോ. ദിവസവും എത്ര സ്ഥലത്താ മണിക്കൂർ കണക്കിന് ട്രാഫിക് ജാം ആവുന്നത്? നിയമം തെറ്റിച്ച് പിന്നെ നിന്ന് ന്യായീകരിക്കുവാണോ? നോക്കിയേക്കാ, വണ്ടി എടുത്ത് മാറ്റ്. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്ത് കാണിക്കാനാ? കാണിക്കാൻ പാടില്ലാത്തൊക്കെ നല്ലവണ്ണം മറച്ചു വെച്ചാ നടക്കും. പട്ടിപ്പൊലയാടി മോളെ. പോക്കിരിത്തരം കാണിച്ചേച്ച് പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിയിരുന്ന് ഞരങ്ങുവാ. സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആരോടാ സംസാരിക്കുന്നറിയോ? അറിയാമടി, കോഴിക്കോട്ടെ മിഠായി തെരുവിൽ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും വ്യഭിചരിച്ചടന്ന മീൻചന്ത